ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ ഉണ്ടായ പെല്ലറ്റ് പ്രയോഗം അതിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് എല്ലാ ചികിത്സാ സൗകര്യവും നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ചികിത്സ നൽകണമെന്നാണ്. ഇന്നലെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ പടങ്ങൾ ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ RAF-നെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് CRPF-ന്റെ ഭാഗത്തു നിന്ന് CRPF അതിന് അനുമതി നൽകില്ല എന്ന വിവരം ഇന്ന് രാവിലെ നമ്മൾ ഈ ബ്രേക്കിംഗ് ന്യൂസിന്റെ തുടങ്ങുന്ന മണിക്കൂറിൽ പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. ബി ബാലഗോപാൽ വിവരങ്ങളായിട്ട്. ബാലഗോപാൽ, ഇന്ന് കോടതിയിൽ ഇത് എങ്ങനെയാണ് ഈ വിഷയം പരിഗണിക്കപ്പെട്ടത്? കോടതി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയത്? ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനിടെ പെലറ്റ് ഗൺ പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയായിരുന്നു ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വന്നത്. അതായത് പെല്ലറ്റുകൾ പതിച്ച് ശരീരത്തിൽ പരിക്കേറ്റ ഒരാളായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ പെല്ലറ്റ് ഗണ്ണുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്ന പരിക്കുകൾ ഏറ്റിട്ടുള്ളവർക്ക് എല്ലാവിധ ഈ സൗകര്യങ്ങളും നൽകണം, ചികിത്സാ സൗകര്യങ്ങളും നൽകണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ലേഡി ഹാർഡിംഗ് ആശുപത്രിയോടാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ പെല്ലറ്റ് ഗണ്ണും പരിക്കേറ്റ് സുപ്രീം കോടതിയിൽ എത്തിയ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നൽകിയിട്ടില്ല എന്നൊരു കാര്യവും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ബൃന്ദ ഗ്രോവർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന എന്ന കാര്യവും കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗത്തെ ഭാഗികമായി ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ചില സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രതികരണ രീതി അഥവാ ഗൈഡഡ് റെസ്പോൺസ് ആവശ്യമായി വന്നേക്കാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആയുധം നൽകുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്നും അത് അവർക്ക് ആത്മവിശ്വാസം നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പൊ അതിനോട് ചേർത്ത് വായിക്കാമെന്നല്ലോ. ഇപ്പോൾ CRPF മേധാവി തന്നെ പറഞ്ഞത് ഭയമില്ലാതെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കും, അത് തുടർന്നോളൂ, അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കുന്നു എന്ന് CRPF മേധാവിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സമരത്തിനിടയിൽ സംഭവിച്ചത്? ഏതെങ്കിലും വിധത്തിൽ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? അങ്ങനെ കൂടി സൂചിപ്പിക്കുകയാണോ? ഇപ്പോൾ അതിൻ്റെ ഒരു സ്വതന്ത്ര അന്വേഷണമൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ കഴിയുക. ബാലഗോപാൽ, തീർച്ചയായും അതിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കുമ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. കോടതി തന്നെ ഇക്കാര്യത്തിൽ ഈ സ്വതന്ത്ര അന്വേഷണം ഏർപ്പെടുത്തുമെന്ന് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് ഈ പെല്ലറ്റുകളേറ്റ് ചില സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രതികരണ രീതി ആവശ്യമായി വന്നേക്കാമെന്ന സുപ്രീം കോടതിയുടെ ഈ പ്രതികരണം അല്ലെങ്കിൽ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ബാലഗോപാൽ പങ്കുവച്ചത്. പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ അല്ലെങ്കിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള പോലീസ് നടപടിയിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ചികിത്സ നൽകണം എന്നതാണ് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത്.